എല്ലാവർക്കും നമസ്കാരം. ശിവൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന എന്തായിരിക്കും? സംഹാരത്തിന്റെ ദൈവം, അല്ലേ? ഒരുപക്ഷെ തൃശൂലവും പിടിച്ച് കോപത്തോടെ നിൽക്കുന്ന ഒരു രൂപം. എന്നാൽ ആ ധാരണയെ മുഴുവനായി മാറ്റിമറിക്കുന്ന ഒരു യാത്രയാണ് നമ്മളിന്ന് ഒരുമിച്ച് പോകാൻ പോകുന്നത്. ശിവനും അദ്ദേഹത്തിന്റെ ആരാധനയും എന്നൊരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ശിവൻ എന്ന ആ പരമമായ സത്യത്തെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. നമ്മുടെ ഈ യാത്രയ്ക്ക് വഴികാട്ടിയാകുന്നത് ശ്രീ സ്വാമി ശിവാനന്ദയുടെ ഒരു കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ശിവൻ എന്ന ആ വലിയ സങ്കല്പത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് ശിവൻ സംഹാരകനാണ് എന്നാണ്. എന്നാൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണെന്നോ? അദ്ദേഹം വെറുമൊരു ഡിസ്ട്രോയർ അല്ല, മറിച്ച് ഒരു റീജനറേറ്ററാണ്. അതായത് പഴയതിനെ, ജീർണിച്ചതിനെ ഇല്ലാതാക്കി പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുന്നവൻ. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. സംഹാരത്തിന്റെ മൂർത്തിയായി നമ്മൾ കാണുന്ന ഈ ദേവന്റെ യഥാർത്ഥ സ്വഭാവം സ്നേഹമാണെങ്കിലോ കരുണയാണെങ്കിലോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ യാത്ര. അതിനാദ്യം നമ്മൾ ശിവരൂപത്തിലെ ഓരോ അടയാളങ്ങളുടെയും അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കണം. ശിവന്റെ രൂപം എന്ന് പറയുന്നത് വെറുമൊരു ചിത്രമല്ല, അതൊരുപാട് തത്വചിന്തകൾ ഒളിപ്പിച്ചുവെച്ചൊരു ഭൂപടം പോലെയാണ്. നമുക്ക് ആ ഭൂപടത്തിലെ ഓരോ അടയാളങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് തൃശൂലം. ഇത് വെറുമൊരു ആയുധമല്ല, നമ്മുടെയെല്ലാം ജീവിതത്തെയും ഈ പ്രപഞ്ചത്തെ തന്നെയും നിയന്ത്രിക്കുന്ന 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. അതായത് നന്മ, പ്രവർത്തനം, പിന്നെ നിശ്ചലത. ഈ 3 ഗുണങ്ങളെയും അടക്കി ഭരിക്കുന്നതിന്റെ ചിഹ്നമാണ് ഈ തൃശൂലം. ഇനി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ചെറിയൊരു വാദ്യം കണ്ടിട്ടില്ലേ? ഡമരു. അതിൽ നിന്നാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദമായ ഓങ്കാരം ഉണ്ടായതെന്നാണ് വിശ്വാസം. ചിന്തിച്ചു നോക്കൂ, നമ്മൾ സംസാരിക്കുന്ന എല്ലാ ഭാഷകളുടെയും, ഈ കാണുന്ന എല്ലാ സൃഷ്ടികളുടെയും ഒക്കെ ഉറവിടം ആ ഒരൊറ്റ ശബ്ദമാണ്. അതുപോലെ ശിവന്റെ ജടയിലെ ആ ചന്ദ്രക്കല, അത് വെറുമൊരു അലങ്കാരമല്ല. നമ്മുടെ മനസ്സെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയല്ലേ? ആ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് ഒരു കല മാത്രമായി ഒതുക്കി നിർത്തിയതിന്റെ അടയാളമാണ് ആ ചന്ദ്രക്കല. പെർഫെക്റ്റ് മൈൻഡ് കൺട്രോൾ. കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാം. പക്ഷെ ഇവിടെ പാമ്പ് ഭയത്തിൻ്റെയല്ല, മറിച്ച് ജ്ഞാനത്തിൻ്റെയും അനന്തതയുടെയും പ്രതീകമാണ്. കാരണം പാമ്പുകൾ ഒരുപാട് കാലം ജീവിക്കുമല്ലോ. അപ്പോൾ കാലത്തെപ്പോലും അതിജീവിച്ച ആ ജ്ഞാനത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഇനി തലേന്നോ ഒഴുകിവരുന്ന ഗംഗയോ? അത് അമരത്വത്തിന്റെ അമൃതാണ്. ആത്മീയമായ ശുദ്ധിയെയും ഒരിക്കലും അവസാനിക്കാത്ത ജീവനെയുമാണ് ആ ഗംഗാപ്രവാഹം കാണിക്കുന്നത്. അപ്പോൾ ശിവരൂപത്തിലെ ഈ അടയാളങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ശിവന്റെ പ്രപഞ്ചത്തിലെ റോളിലേക്ക് വരാം. ഇത് വെറുതെ ഇരിക്കുന്ന ഒന്നല്ല, മറിച്ച് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ച നൃത്തം, ഒരു കോസ്മിക് ഡാൻസാണ്. ഈ നൃത്തത്തിലൂടെയാണ് പ്രപഞ്ചത്തിലെ 5 പ്രധാന കാര്യങ്ങൾ നടക്കുന്നത്. അവയെ പഞ്ചകൃത്യങ്ങൾ എന്ന് പറയും. 1 സൃഷ്ടി, 2 സ്ഥിതി, അതായത് നിലനിർത്തൽ, 3 സംഹാരം, 4 തിരോഭാവം, അതായത് മായ കൊണ്ട് സത്യത്തെ മറയ്ക്കുന്നത്, അവസാനം 5 അനുഗ്രഹം, അതായത് മോക്ഷം നൽകുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവൻ എപ്പോഴും മാറ്റമില്ലാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ശുദ്ധബോധമാണ്, ഒരു സ്റ്റേജ് പോലെ. ആ സ്റ്റേജിലാണ് പ്രകൃതി അഥവാ ശക്തി ഈ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും നൃത്തം ചെയ്യുന്നത്. അപ്പോ ശിവനെന്ന ആ അടിത്തറയില്ലാതെ ഈ പ്രപഞ്ച നാടകം തന്നെയില്ല. ഓക്കെ, അപ്പോ പ്രപഞ്ചത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അവിടെ നിന്ന് നമുക്ക് ഓരോരുത്തരിലേക്കും നമ്മുടെയൊക്കെ ആത്മാവിന്റെ യാത്രയിലേക്കും വരാം. ശൈവ സിദ്ധാന്തം എന്ന ഫിലോസഫി, ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഈ ഫിലോസഫി 3 ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നത്: പതി, പശു, പാശം. സിമ്പിളാണ്. പതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അതായത് ശിവൻ. പശു എന്ന് പറഞ്ഞാലോ നമ്മൾ, അതായത് അശുദ്ധികളാൽ ബന്ധിക്കപ്പെട്ട ആത്മാവ്. പാശം എന്ന് പറഞ്ഞാലോ ആത്മാവിനെ കെട്ടിയിടുന്ന കയറുകൾ. ഈ പാശം, അതായത് ആ കയറുകൾ 3 എണ്ണമുണ്ട്. ഒന്നാമത്തേത് ആണവം, അതായത് ഞാൻ എന്ന ഈഗോ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേറെയാണ് എന്ന ചിന്ത. രണ്ടാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കർമ്മം, നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം ഫലം. മൂന്നാമത്തേത് മായ, അതായത് ഈ കാണുന്ന ലോകം മാത്രമാണ് സത്യം എന്നൊരുതരം ഇല്യൂഷൻ. ഈ 3 കെട്ടുകളാണ് നമ്മളെ ബന്ധിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ കെട്ടുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ളൊരു വഴിയായിട്ടാണ് ഈ ഗ്രന്ഥം ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രം എത്രത്തോളം ശക്തമാണെന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ജപിക്കുന്ന ആൾക്ക് നിലനിൽപ്പിന്റെ പരമമായ ആനന്ദം തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെറുമൊരു മന്ത്രമല്ല, ആ കെട്ടുകളിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരു താക്കോലാണ്.
ശരി, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിയിണക്കി നോക്കിയാൽ ഒരു ചിത്രം തെളിഞ്ഞുവരും. ശിവൻ എന്നത് ഒരു പ്രത്യേക ദേവൻ എന്നതിനേക്കാൾ ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാന യാഥാർത്ഥ്യമാണ് എന്ന ചിത്രം. ഈ ഒരു ഉദ്ധരണി ശ്രദ്ധിക്കൂ. എന്നിൽ നിന്നാണ് പ്രപഞ്ചം ഉത്ഭവിച്ചത്, എന്നിൽ മാത്രമാണത് നിലനിൽക്കുന്നത്, എന്നിൽ അത് ലയിക്കുന്നു. കാലാതീതനായ ആ ശിവൻ ഞാൻ തന്നെയാണ്, ശിവോഹം. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും ഞാൻ തന്നെയാണെന്ന് പ്രഖ്യാപനം. ഞാനും പ്രപഞ്ചവും രണ്ടല്ല, ഒന്നാണ് എന്ന തിരിച്ചറിവ്. ശിവോഹം. അപ്പോ ഇതാണ് നമ്മുടെ യാത്ര. സംഹാരത്തിന്റെയും ഭയത്തിന്റെയും ഒരു ദൈവത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണെത്തിയത്? പുനർസൃഷ്ടിയുടെ, കരുണയുടെ, ജ്ഞാനത്തിന്റെ, പിന്നെ ആനന്ദത്തിന്റെ ഒരു മൂർത്തിയിലേക്ക്. തെറ്റിദ്ധാരണയിൽ നിന്ന് ആഴത്തിലുള്ള സത്യത്തിലേക്ക്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ശിവൻ വെറുമൊരു സംഹാരകനല്ല, പുനർസൃഷ്ടാവാണ്. 2. അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ആശയങ്ങളുടെ ഒരു ഭൂപടം തന്നെയാണ്. 3. നമ്മുടെയൊക്കെ ഈഗോയിൽ നിന്നും മായയിൽ നിന്നും പുറത്തുവരാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. ഏറ്റവും പ്രധാനമായി ശിവൻ എന്നത് സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ ബോധമാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. സംഹാരം എന്ന വാക്കിന് നമുക്ക് പുതിയൊരു രീതിയിലൊന്ന് കണ്ടാലോ? എന്തായാലും എല്ലാം നശിപ്പിക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപക്ഷെ ശിവൻ നടത്തുന്ന ഏറ്റവും വലിയ സംഹാരം പുറത്തുള്ള ഒന്നിൻ്റെയുമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയുടെ, നമ്മുടെ ഈഗോയുടെ സംഹാരമാണെങ്കിലോ? ഈ ഒരു ചിന്തയോടുകൂടി നിർത്തുന്നു.